പരാതിപ്പെടാനൊന്നും പോയിട്ട് കാര്യമില്ല. കാരണം ആരും നമ്മളെ നിർബന്ധിച്ചിട്ടില്ലല്ലോ. അതെ, ഇതിനകത്തോട്ട് വന്ന് അതെ 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 നമ്മൾ തീരുമാനമാണ്. അപ്പോൾ ആ തീരുമാനത്തിലൂടെ നമ്മൾ അങ്ങേറ്റം റെസ്പെക്റ്റ് കാണിക്കുക. സിനിമകൾ ഒരു 2-3 പരാജയപ്പെട്ടാൽ നമ്മൾ എല്ലാവരും പോയി പന്തൽ പോയ ഒരവസ്ഥ ഉണ്ടാവും. അരുൺ അഭിനയം എപ്പോഴും ഒരു ജോലിയായിരുന്നോ, അല്ലെങ്കിൽ ഒരു പാഷനായിരുന്നോ, അല്ലെങ്കിൽ ഒരു ഒബ്സഷനായിരുന്നോ? ഉള്ളിൽ ചിരിക്കാറില്ല. അത് ചിരിക്കരുത്. ചിരിച്ചാൽ നമ്മൾ ഇതിനോട് വ്യത്യാസമില്ലല്ലോ. അത് ചിരിക്കാറില്ല, പക്ഷെ അത് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കാറുണ്ട്. ഒരു ഇഞ്ചറി പറ്റിയെന്ന് ഞാൻ അറിഞ്ഞു. ശാരീരികമായിട്ട് പിന്നീട് അധികം വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കരിയറിനെ ബാധിച്ചിട്ടുണ്ടോ? പറഞ്ഞാൽ അവർക്ക് ഒഫൻസീവാണ്. ശരിയാണ്, മനസ്സിലായി. കേൾക്കുന്നവർക്ക് ഇപ്പോൾ മനസ്സിലായി ഞാൻ എന്താണെന്ന് ഉദ്ദേശിച്ചത്. താരങ്ങൾ എന്നുള്ള പ്രയോഗമല്ലേ, അത് ഒരു കൊമേഴ്ഷ്യൽ പോയിന്റിൽ മാത്രം ഇപ്പോൾ നിലനിൽക്കുന്നുള്ളൂ. അരുൺ എത്ര വർഷമായി കണ്ടിട്ട്? ഒരുപാട് നാളായി. പക്ഷേ സന്തോഷമുണ്ടോ കണ്ടതിൽ തന്നെ? ഇടയിൽ വെച്ച് നമ്മൾ ഒരിക്കൽ അങ്ങനെ പെട്ടെന്നൊന്ന് കണ്ടു, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അപ്പോൾ തന്നെ ഞാൻ എൻ്റെ പുസ്തകം, അതുകൊണ്ട് അനീഷിൻ്റെ പുസ്തകം കിട്ടി, എനിക്ക് വായിക്കാൻ പറ്റിയ. വായിച്ചിരുന്നോ? വായിച്ചത് പിന്നെ ക്യാമറയുടെ പിന്നിൽ അല്ലേ, ക്യാമറയിൽ 13. ഞാൻ അങ്ങനത്തെ ഒരു ബുക്ക് ആദ്യമായിട്ടാണ് വായിക്കുന്നത്. ഒരു ഇൻ്റർവ്യൂവർ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ സിമി ഗ്രവാളൊക്കെ പോലുള്ള ആളുകളുടെ ഇപ്പോൾ ഇതിൽ സമൂഹ മാധ്യമങ്ങൾ ഇങ്ങനെ കാണുന്ന പഴയ ഇൻ്റർവ്യൂസ്. അപ്പോൾ ഇത് ഒരാൾ അതിന് നടത്തിയൊരു പ്രിപ്പറേഷൻ, അവരുമായിട്ടുള്ള അതിലേക്ക് എത്തുന്ന അതൊരു നല്ല ഈസി റീഡുമാണ്, വളരെ ഇൻട്രസ്റ്റിംഗുമാണ്. മമ്മൂക്ക മുതൽ എല്ലാവരും, ഒരുപാട് ആർട്ടിസ്റ്റുകൾ, വിജയ് സേതുപതി. താങ്ക് യു സോ മച്ച്. എൻ്റെ കരിയറിൽ തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യം പരിചയപ്പെടുന്ന, ആദ്യം കാറിൽ ഒന്നിച്ച് സഞ്ചരിക്കുന്ന താരമാണ് അരുൺ. ആ കാലങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? പിന്നെന്താ, ആ കാലങ്ങൾ ഓർമ്മയില്ലാതെ? അതൊക്കെ അല്ലേ ഓർമ്മയുള്ളൂ. നമ്മൾ ഒരു പ്രോഗ്രാമിന്, കൗമുദിയുടെ ഒരു പ്രോഗ്രാമിന് അല്ലേ, ദയാലേട്ടനാണ് നമ്മുടെ നിങ്ങളുടെ ബ്യൂറോ ചീഫ് ദയാലേട്ടൻ. പുള്ളിയാണ് ആദ്യമായിട്ട് നമ്മളൊരു ഒരു പത്രത്തിൽ ഒരു കോളം എഴുതിയിരുന്നു കുറച്ചു കാലം. അത് പുള്ളിയാണ് ജയിച്ചത് ആദ്യമായിട്ട്. പുള്ളിയെ ഓർമ്മിക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങളെ കാണുമ്പോൾ, വീണ്ടും കാണുമ്പോൾ പുള്ളി അകാലത്തിൽ നമ്മളെ വിട്ടുപോയ ഒരാളാണ്. പുള്ളിയെ ഓർമ്മിക്കണം പെട്ടെന്ന്. തുടക്കത്തിൽ തന്നെ, അരുണിൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ പീക്കായിരുന്നു. കാരണം ഗ്രാജുവലി കയറി വന്നാലും അതിന് മുമ്പ് സിനിമകൾ ചെയ്തിട്ടുണ്ട്, 2000 തൊട്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫോർ ദ പീപ്പിൾ വന്ന ശേഷം അരുൺ എന്നൊരു വ്യക്തിയെ ഭയങ്കരമായിട്ട് ആൾക്കാർ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു. ഈ പ്രശസ്തി ബന്ധങ്ങളെ മാറ്റുമോ, അല്ലെങ്കിൽ ബന്ധങ്ങളെ വെളിപ്പെടുത്തുമോ? രണ്ടും ഉണ്ടല്ലോ. പ്രശസ്തി ബന്ധങ്ങളെ മാറ്റും, പിന്നെ അത് ഡിപ്പെൻസ് അപ്പോൺ നമ്മളുടെ മനസ്സിലാണ് അത് നടക്കുന്നത്. ചില കാര്യങ്ങൾ ചിലർക്ക് ഫീൽ ചെയ്തേക്കാം, ചിലർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. രണ്ടും ഉണ്ടല്ലോ. അപ്പോൾ അനീഷ് പെട്ടെന്ന് പ്രശസ്തനാവുന്നത് ഞാൻ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാര്യം കൂടെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് എല്ലാവർക്കും മനസ്സിലാവുന്നതുമല്ല. ചിലർക്ക് അനുഭവിച്ച മാത്രമേ, ഇപ്പോൾ ഈ നമ്മൾ അനുഭവിക്കാത്തെല്ലാം കെട്ടുകളാണെന്ന് പറയുന്ന പോലത്തെ അവസ്ഥ ഈ പ്രശസ്തിക്കൊക്കെ ഉണ്ട്. അത് പുറത്തുനിന്ന് അത് പരിഭവങ്ങളുടെയൊക്കെ ഭാഗത്തിൽ ചിലപ്പോൾ വന്നേക്കാം, അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവാതെ പോവാം, മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെടാം. അത് ഉറപ്പായിട്ടും ഉണ്ട്. അതല്ലാതെ പ്രശസ്തി ഈ പറഞ്ഞ പോലെ ആളുകളെ കൃത്യമായി റിവീൽ ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം പ്രശസ്തിക്ക് ഒരു വേവ് ഫോർമാറ്റാണല്ലോ അതിനുള്ളത്, നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടത്. അതെ. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഇത് റിവീൽ ചെയ്യപ്പെടുകയും ചെയ്യും, ആരാണ് നമ്മളുടെ കൂടെ ഉള്ളത്. രണ്ടും ഉണ്ട്. അതെ അതെ, അത് കറക്റ്റായിട്ടുള്ള ഉത്തരവാണ്. കറക്റ്റായിട്ട് ഉത്തരവാണ്. കറക്റ്റ് മീറ്റേഡ് ഉത്തരം എന്ന് പറയുന്നത് സത്യമാണ്. അതൊരു സത്യമാണ്. അതെ അതെ. കാരണം ഒരുപാട് സിനിമകളുള്ളപ്പം, ഒരുപാട് പ്രശസ്തിയുള്ളപ്പോൾ, ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രൊജക്ട്സ് ഉള്ളപ്പോൾ ഒരുപാട് പേര് കൂടെ കാണും. പക്ഷെ അതിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് എപ്പോഴെങ്കിലും, അത് എല്ലാവരെയും കാര്യം കേട്ടോ, താഴത്തേക്ക് എന്താ പറയുക, കല്യാണ വീട് ഒഴിഞ്ഞ പോലെ എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ ഒരു ഉത്സവം ഒഴിഞ്ഞ പോലെ. സിനിമകൾ 2-3 പരാജയപ്പെട്ടാൽ നമ്മൾ എല്ലാവരും പോയി പന്തൽ പോയ ഒരവസ്ഥ ഉണ്ടാവും. അതുണ്ടാവും. അതെല്ലാ ആർട്ടിസ്റ്റുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിനു മുമ്പ് ഇപ്പോൾ ഹിറ്റുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രദ്ധേയമാവുന്ന പ്രോഗ്രാമുകളിലേക്ക് ഭാഗമായി നമ്മൾ നിൽക്കും. അല്ലെങ്കിൽ തിരക്ക്, ഇപ്പം കരിയറിൽ എല്ലാ സമയത്തും തിരക്ക് ഉണ്ടാകുന്ന ആർട്ടിസ്റ്റുകൾ വളരെ റയറായിരിക്കും. വളരെ കുറച്ച് പേര് അങ്ങനെ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും ഇങ്ങനെ ഒരു ഫ്ലക്ച്വേഷനിലൂടെയൊക്കെ, എല്ലാവരും സൂപ്പർ സ്റ്റാർസ് വീണ് പോയിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ കടന്നു പോകുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഇതങ്ങനെ ഒരു രസകരമായിട്ട് കാണുക എന്നുള്ളത്. അരുൺ അഭിനയം എപ്പോഴും ഒരു ജോലിയായിരുന്നോ, അല്ലെങ്കിൽ ഒരു പാഷനായിരുന്നോ, അല്ലെങ്കിൽ ഒരു ഒബ്സഷനായിരുന്നോ? ഒബ്സഷൻ എന്നാണ് പറയേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയാണ് പറയേണ്ടത്. അഭിനയം എന്നുള്ളതല്ല, സിനിമ. അതൊരു, കാരണം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും
ക്യാമറയുടെ പിന്നിലുള്ള ആർട്ടിസ്റ്റുകൾ ആയിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിച്ച ആളുകളാണ്. അല്ലെങ്കിൽ അവരിപ്പോഴും അതിൽ ചിലരൊക്കെ സിനിമയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ചർച്ചകളിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ എപ്പോഴും സിനിമ ഉണ്ടായിരുന്നു. കോളേജുകളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും അന്നൊക്കെ നമുക്ക് റിസോഴ്സസിനൊക്കെ പരിമിതി ഉണ്ട്, അറിയാലോ. അപ്പോൾ പക്ഷേ ആ ഒരു ഇത് നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ അതാണ്. അപ്പോൾ അങ്ങനെ പിന്നീട് അതൊരു ഒബ്സഷൻ തന്നെ പറയേണ്ടി വരും. സിനിമ ഒരിക്കലും ജോലിയായിട്ട് തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് ആർട്ടുകൾ ഇതിൽ വരുന്നുണ്ടല്ലോ, ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവരോടൊക്കെ ഭയങ്കര നമുക്ക് മ്യൂസിക് പഠിക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മളത് ചെയ്തു നോക്കിയിട്ടില്ല ആ സമയത്ത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അഭിനയമുണ്ട്, സംവിധാനമുണ്ട്, എഴുത്തുണ്ട്, അല്ലേ, പാട്ടുകാർ, ഒരുപാട് ആൾ, വസ്ത്രാലങ്കാരം ചെയ്യുന്നവർ, എല്ലാവരും ആർട്ടിസ്റ്റുകളാണ്. എനിക്കെപ്പോഴും ഒരു ചെറിയ വിയോജിപ്പ് നമ്മളിവിടെ, ഞാനും പറയാറുണ്ട്, ഈ പ്രയോഗത്തിൽ, നമ്മൾ സംസാര ഭാഷയുള്ള പ്രയോഗത്തിൽ ടെക്നീഷ്യൻസ് എന്നാണ് പറയാറ്. ക്യാമറയുടെ പിന്നിലുള്ളത് അവർ ടെക്നീഷ്യൻസ് വെറുതെ സാങ്കേതിക പ്രവർത്തകർ എന്ന് വിളിച്ച് ഒതുക്കേണ്ടവരല്ല, അവരും കലാകാരന്മാരാണ്. ആർട്ടിസ്റ്റുകൾ അതെ, അവരെയാണ് ആർട്ടിസ്റ്റുകൾ എന്ന് ആദ്യം വിളിക്കേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും അഭിനേതാക്കൾ എന്നാണ് പെട്ടെന്ന്. അത് നമ്മുടെ ആർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന നിങ്ങളത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. റോ മെറ്റീരിയൽസ് മാത്രമാണ് ഒരു അർത്ഥത്തിൽ പറഞ്ഞു. അങ്ങനെ ഒരു ഒബ്സഷൻ തന്നെ ആയിരിക്കും അത്. അതായിരിക്കും അതിൻ്റെ വാക്ക്. ഒരിക്കലും ജോലിയല്ല. അപ്പോൾ ജോലി ചെയ്യാതെ ജീവിച്ചുകൊണ്ടിരിക്കുക, അല്ല, ജോലി ചെയ്യാണ്ട് ജോലി ആസ്വദിക്കാൻ അതൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ 25 വർഷമായി, ഏകദേശം കണക്ക് പ്രകാരം 25 വർഷമായി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പം ഫോർ ദ പീപ്പിളിൽ വന്ന അരുൺ അല്ല, റോന്തിൽ വന്ന അരുൺ. അഭിനയത്തിൻ്റെ രീതിയിൽ അരുൺ സ്വയം എങ്ങനെ മാറിയിട്ടുണ്ട്? അഭിനയിക്കുന്ന രീതിയിൽ വലിയ വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തന്നെ തോന്നിയിട്ടുള്ളത് പലപ്പോഴും. എപ്പോഴും നമ്മളുടെ ഒരു ഫോട്ടോഗ്രാഫിൽ പോലും നമുക്ക് ഇമ്പ്രസീവായിട്ട് നമ്മളെ തോന്നണമെന്നില്ല. ഒരുപക്ഷെ ഏറ്റവും ഇഷ്ടപ്പെടാത്ത ആൾ നമ്മളായിരിക്കും ഒരു ഫോട്ടോ എടുക്കുമ്പോൾ. എല്ലാ ആളുകൾക്കും അങ്ങനെ ഉണ്ടാവാറുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എല്ലാം എന്ന് പറയുന്നത് സിനിമയിൽ ഏറ്റവും പ്രകടമാണ്. നമുക്ക് നമ്മളുടെ പ്രകടനങ്ങൾ അങ്ങനെ ചിലപ്പോൾ അത്ര വലിയ കൺവിൻസിങ്, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അതിൻ്റെ ഒരു ഡ്രോബാക്സ് ആയിരിക്കും എപ്പോഴും കാണുന്നത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. എന്ന് വിചാരിച്ചിട്ട് ഡ്രോബാക്കുകൾ ഇല്ലാതെയാവുന്നു എന്നുള്ളതല്ല. പക്ഷേ ഒരു പരിണാമമുണ്ടല്ലോ സിനിമ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കഥാപാത്രം അവതരിപ്പിക്കുന്നതിൽ ഡെപ്ത്, സ്വാഭാവികത, അതൊക്കെ കാലങ്ങളെ ചിലർക്കത് ആദ്യമേ വരും. ചില നടന്മാർക്ക്, ഇപ്പോൾ ഈ അടുത്തൊരു ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നൊരു പുതിയൊരു നടനെ ഈ അടുത്ത് ഒരു 2-3 ദിവസം മുമ്പ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞൊരു കാര്യം, കൂടുതൽ സിനിമകളിൽ അഭിനയിക്കണം. അയാൾ ചില കാര്യങ്ങൾ, അയാളുടെ പേര് പറയാൻ വയ്യ, ചില കാര്യങ്ങൾ കൊണ്ട് റെസ്ട്രിക്റ്റഡായി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ സാധാരണ ആക്ടേഴ്സ് വളരെ നാളുകൾ കൊണ്ടും വളരെ നല്ല സാങ്കേതിക പ്രവർത്തകരുടെയൊക്കെ അടുത്ത് ജോലി ചെയ്തിട്ടൊക്കെ നേടിയെടുക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആദ്യം മുതലേ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സിനിമയിൽ അഭിനയിക്കുക എന്ന് ഞാൻ അയാളോട് പറയുണ്ടായി. അപ്പോൾ ഇത് നമ്മൾ കുറേ, ഈ പറഞ്ഞ പോലെ നമ്മൾ കുറേ ആളുകളുടെ കൂടെ പ്രവർത്തിച്ച് പതുക്കെ പരിണമിച്ച് വരുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ആക്ടിങ് ഒരു പക്ഷേ ഒരു ലെവൽ ഓഫ് എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ അതൊരു സബ് കോൺഷ്യസ് പരിപാടിയായി മാറും. അങ്ങനെ ഈസി അല്ല. നമ്മൾ ഡ്രൈവിംഗ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു കാര്യമില്ല. അതെ, അത് സബ് കോൺഷ്യസ് എന്ന് പറയുന്നത് നമ്മൾ ഈസി അല്ല. പക്ഷേ നമുക്കത് ബോധപൂർവം ചെയ്തൊരു കാര്യം തന്നെയാണ്. ചില ആളുകൾക്ക് അത് സ്വിച്ച് ഇട്ട പോലെ ചെയ്യുന്നത് കാണാറുണ്ട്. ചിലരുടെ പ്രത്യേകതയാണ്. ഒരാൾക്ക് ഒരാൾ അതിലങ്ങനെ കോമൺ ആയൊരു ഉത്തരവില്ല അതിന്. പല ആളുകളും ഡിഫേഴ്സ്. ഇപ്പോൾ നമ്മൾ ആദ്യകാലത്ത് വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കില്ല, അയ്യോ ഇതെങ്ങനെ. പിന്നീട് നമ്മൾ ഫോണൊക്കെ ചെയ്ത് ഫോൺ ചെയ്താലും വാഹനം ഓടിക്കരുത്, അങ്ങനെയൊക്കെ ആളുകൾ ചെയ്യുന്ന കണ്ടിട്ടില്ലേ. കോൺഷ്യസ് ആയിട്ട് ആവുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കൃത്യമായിട്ട്, അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളുടെ ഒരു എഫേർട്ട്, ഒരു ശ്രദ്ധയും കൂടെ അതിൽ വേണം എപ്പോഴും. അതെ. ഈ 25 വർഷത്തിനിടയ്ക്ക് 2023 മാത്രമാണ് അരുൺ കാര്യമായി സിനിമയിൽ അഭിനയിക്കാത്ത ഒരു വർഷം. ബാക്കി എല്ലാ വർഷത്തിലും 2 പടം അല്ലെങ്കിൽ 1 പടം, അല്ലെങ്കിൽ ചില വർഷങ്ങളിൽ 4 പടങ്ങൾ ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് അരുണിനെ ഭീകരമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത സാധനമാണ് റോന്തിലെ പോലീസ് വേഷം. ഇതൊരു ഭയങ്കര നെഗറ്റീവ് ഷെയ്ഡ് എന്നൊന്നും പറയില്ല. ആ പോലീസുകാരൻ നിവർത്തികേടാണ്. റോന്തിലെ ആ പൊസിഷനിൽ നിൽക്കുന്ന പോലീസുകാരൻ നിവർത്തികേടാണ് അതിനകത്ത് കാണിച്ചത്. അപ്പം ഈ റോന്തിലേക്കുള്ളൊരു വരവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്യാരക്ടറും അത് ആ സിനിമയുടെ എഴുത്തിൽ അത് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആ സിനിമ എഴുതിയപ്പോൾ, അല്ലെങ്കിൽ ആ സിനിമ ഉണ്ടാക്കിയപ്പോൾ ഷാഹി കബീർ നമ്മളോടൊക്കെ പറഞ്ഞിട്ടുള്ള അയാളുടെ ഒരു കാര്യം കൂടിയാണത്. അയാളുടെ ഒരു കഥാപാത്രങ്ങളുടെ ഒരു ഡെഫിനിഷൻ എന്ന് പറയില്ലേ, അത് നമ്മളോടും പറയാറുണ്ട്. അത് അയാൾ മറ്റു സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഒരാളും ഒരു കഥയിൽ മോശം അല്ലെങ്കിൽ വില്ലൻ എന്ന് പറയുന്നൊരു സ്ഥലത്തില്ല എന്നുള്ളതാണ് അയാളുടെ വ്യാഖ്യാനം. എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ സാഹചര്യത്തിൽ അവരങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ്. റോന്തിലേക്ക് വന്നത് ഇദ്ദേഹമായിട്ടുള്ള സൗഹൃദം. അപ്പോൾ അദ്ദേഹം
പെട്ടെന്നൊരിക്കൽ വിളിക്കുകയാണ് ചെയ്തത്, ഇങ്ങനെ ഒരു പരിപാടിയുണ്ട് വരണം. ചെറിയൊരു സ്ക്രീൻ ടൈം ആണ് അതിനുള്ളതെങ്കിൽ പോലും അത് കഥാഗതിയിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു കഥാപാത്രമാണ്. അല്ലെങ്കിൽ ഭയങ്കര പ്രസൻസ് ഉണ്ടാവും. ഒരുപാട് ആളുകൾ വിളിക്കുകയും, ചില കഥാപാത്രങ്ങൾ അങ്ങനെയാണ്, ചിലത് നമ്മൾ ഭയങ്കരമായിട്ട് ഒരുപാട് സമയം ചെയ്ത കഥാപാത്രങ്ങളൊന്നും ചിലപ്പോൾ അത്രയും അക്ലൈംഡ് ആവണമെന്നില്ല. സിനിമയുടെ പ്രത്യേകതയും കൂടിയാണ്. സിനിമ നന്നാവുന്നു, അല്ലെങ്കിൽ ആളുകൾ ശ്രദ്ധിക്കുന്നു, ഒരുപാട് പേർക്ക് ഇഷ്ടമാവുന്നു, ചിലർക്കൊക്കെ വിയോജിപ്പുണ്ടാവുന്നു. പക്ഷെ എന്നാലും ആളുകൾ കാണുന്നു, അതിനൊരു അക്ലൈം കിട്ടുന്നു എന്നൊക്കെ പറയുന്നത് വലിയ സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫിലിമിൻ്റെ ഭാഗമായതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ഈ അരുണിൻ്റെ ഇൻ്റർവ്യൂവിന് മുമ്പ് കുറേ സാധനങ്ങൾ ഇപ്പോൾ ഓൺലൈനിൽ നോക്കി വായിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഒരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. അരുണിൻ്റെ ചെറുപ്പത്തിലുള്ള, അതായത് എനിക്ക് തോന്നുന്നത് 2000-ലെ പടത്തിൻ്റെയാണ് ഒരു ഫോട്ടോ. അന്ന് മീശയില്ലാത്ത ഒരു ഫോട്ടോ, ടൈ ഒക്കെ ഇട്ടിട്ട്. ഈ മനുഷ്യൻ അന്ന് ഇങ്ങനെയായിരുന്നു. പിന്നീട് ഒരു ഇഞ്ചുറി പറ്റിയെന്ന് ഞാൻ അറിഞ്ഞു. ശാരീരികമായിട്ട് പിന്നീട് അധികം വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കരിയറിനെ ബാധിച്ചിട്ടുണ്ടോ? കരിയറിനെ ബാധിച്ചിട്ടുണ്ട് അനീഷ്. പിന്നെ ഇതിനകത്ത് നമ്മളുടെ ഒരു കാര്യം, അതൊക്കെ നമ്മൾ പറയുമെങ്കിലും ചിലർ ശരീരം ഭയങ്കര വൃത്തിയായി സൂക്ഷിക്കുന്നവരാണ്. ശരീരം വളരെ വൃത്തിയായി സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഒരു കാലത്തിനോട് ഒരു മത്സരമുണ്ട് നമ്മുടെ. ഞാനതിൽ പെട്ട ഒരാളല്ല. അല്ല അതിനെ ഭയങ്കര ഓണസ്റ്റ് ആയിട്ടുള്ള അതിന് മടിയെന്ന് വേണമെങ്കിൽ പറയാം. ഒരു 20 വർഷം ഒക്കെ എന്നൊക്കെ പറയുന്നത് വലിയ പീരീഡാണ്. 25 വർഷം എന്നൊക്കെ പറയുന്നത് ഒരു വലിയ പീരീഡാണ് മനുഷ്യ ആയുസിനെ വെച്ച് നോക്കുമ്പോൾ. നമ്മൾ എത്ര കാലം ജീവിക്കുന്നു എന്ന് കൂട്ടുമ്പോൾ അപ്പോൾ അതിൽ നമുക്ക് വരുന്ന വ്യത്യാസം വളരെ റിലവൻ്റാണ്. അത് ആ ഏജിലൊക്കെ വളരെ റിലവൻ്റാണ് അത്. അപ്പോൾ അതിനെ കുറിച്ച് അത്ര ബോധറാവേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അതിന് ഇപ്പുറത്തൊരു കാര്യമുള്ളത്, പലപ്പോഴും നമ്മുടെ വെൽവിഷേഴ്സും ഒക്കെ പറയാറുള്ളത്, നിങ്ങൾ അങ്ങനെ സൂക്ഷിക്കണ്ടേ, അതല്ലേ നിങ്ങളുടെ ജോലി എന്നാണ്. അതും ശരിയാണ്. പല കഥാപാത്രങ്ങൾക്കും അനുയോജ്യമായിട്ട് ഉള്ള രൂപത്തിൽ നമ്മൾ ഇരിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. പിന്നെ എല്ലാ രൂപത്തിലും പെട്ട നടീനടന്മാരൂടെ വേണ്ടേ എന്നാണ് ഞാൻ തീർച്ചയായും. അങ്ങനെ ഇരുന്നാണെങ്കിൽ ഈ റോള് കിട്ടൂല. അതെ, അങ്ങനെ ഇരുന്നാൽ ഇത് കിട്ടില്ല ഞാൻ വിചാരിക്കാറുണ്ട്. എപ്പോഴും നമ്മൾ 6 പാക്കൊക്കെ ആയിരുന്നാൽ ചിലപ്പോൾ അങ്ങനെ ആവില്ല. ഇതല്ല എക്സ്ക്യൂസ് അല്ല. പക്ഷേ ശരി, അരുൺ സൈലൻ്റായിട്ട് ആഘോഷിക്കുന്ന ഒരു വിജയം എന്താണ്? ഇതൊക്കെ തന്നെയാണ് നമ്മൾ വിചാരിക്കുന്ന മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ശരിയായി വരുന്നു, അല്ലെങ്കിൽ അത് അങ്ങനെ ആയിരുന്നു എന്നൊക്കെ ചില ആളുകൾ നമ്മളോട് പറയില്ലേ. ലേറ്റർ സ്റ്റേജ് അപ്പപ്പുരിയില്ല ഇപ്പപ്പുരി എന്ന് പറയുന്നത്, അത് ചില ആളുകൾ നമ്മളോട് തുറന്ന് സമ്മതിക്കുന്നതൊക്കെ നമ്മുടെ സൈലൻ്റ് ആയിട്ടുള്ള വിജയം. ഉള്ളിൽ ചിരിക്കാറില്ല. അത് ചിരിക്കരുത്, ചിരിച്ചാൽ നമ്മൾ ഇവരോട് വ്യത്യാസമില്ലല്ലോ. അത് ചിരിക്കാറില്ല, പക്ഷെ അത് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കാറുണ്ട്. കൊള്ളാം, അത് ശരിയാണ്, അത് അങ്ങനെ നമുക്ക് തോന്നുക എന്ന് പറയുന്ന ഭാഗ്യമാണല്ലോ. അത് നമ്മുടെ കരിയറിൽ എടുക്കുന്ന തീരുമാനങ്ങളുടെ കാര്യത്തിൽ, വ്യക്തിപരമായ കാര്യങ്ങളിൽ എല്ലാം ചിലപ്പോൾ അങ്ങനെ തോന്നാറുണ്ട്. നമ്മുടെ ഇപ്പോൾ പെർസെപ്ഷൻസ് എന്നൊക്കെ പറയില്ല, നമ്മൾ ചില കാര്യങ്ങൾ ശരി അങ്ങനെ ആയിരിക്കും വേണ്ടതെന്ന് പറയുന്നത്, അപ്പോൾ അതൊരു ഓക്വേർഡായി തോന്നിയാലും പിന്നീട് അത് പലർക്കും അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാവും. അതാണ് ശരിക്ക് നമ്മൾ അങ്ങനെ രഹസ്യമായിട്ട് ആഘോഷിക്കുന്ന വിജയം. അത് വേറൊരാളോട് പറയാൻ പറ്റില്ല, പറഞ്ഞാൽ അവർക്ക് ഒഫൻസീവാണ്. മനസ്സിലായി. കേൾക്കുന്നവർക്ക് ഇപ്പോൾ മനസ്സിലായി. ഞാൻ എന്താണെന്ന് ഉദ്ദേശിച്ചത്. പറഞ്ഞ മറുപടി ഞാനൊരു ചോദ്യം ചോദിക്കാം. ഇപ്പോൾ ഒരാൾ വന്ന് അരുണിനെ പരിചയപ്പെടുന്നു, അല്ലെങ്കിൽ ഒരാൾ ഒരു സ്ഥലത്ത് വെച്ച് അരുണിനെ കാണുന്നു, അല്ലെങ്കിൽ ഒരാളായിട്ട് ഒരുപാട് നേരം സംസാരിക്കുന്നു. ആ വ്യക്തി അരുണിനെ എങ്ങനെ മനസ്സിലാക്കണം എന്നാണ് അരുൺ കരുതാറുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ കരുതാറില്ലേ? അങ്ങനെ കരുതാറില്ല. ഒരു നോവൽ 10 പേര് വായിക്കുമ്പോൾ 10 നോവലാണെന്നാണ് പറയുന്നത്. 10 പെർസ്പെക്റ്റീവ്, 10 നോവലാണെന്നാണ് പറയുന്നത്. ഒരു സിനിമ 100 പേര് കാണുമ്പോൾ അത് 100 സിനിമയാണ്. ഒരിക്കലും നമ്മൾ 2 പേരും കൂടി ഒരു സിനിമയ്ക്ക് പോകുന്നു, എനിക്ക് ഇഷ്ടപ്പെടുന്നൊരു പോയിൻ്റ് ആയിരിക്കില്ല നിങ്ങൾ ഇഷ്ടപ്പെടും. ശരിയാണ്. അത് വ്യക്തികളുടെ കാര്യത്തിലുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ കാണപ്പെടണം, ഇങ്ങനെ ജനറലൈസ് ചെയ്യപ്പെടണം എന്നുള്ള നിർബന്ധങ്ങൾ വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നുള്ളൊരു തോന്നലാണ് എനിക്കുള്ളത്. അത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, എല്ലാവർക്കും അത് യോജിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അങ്ങനെയാണ് തോന്നുന്നത്. അങ്ങനെ നമ്മളെ ഇന്ന പോലെയാണ് മനസ്സിലാക്കേണ്ടത് എന്നില്ല. പലർക്കും പല അറിവുകളായിരിക്കും ഉണ്ടാകും. ഇപ്പോൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, ഓരോ ആളുകളുടെ പെർസ്പെക്റ്റീവിൽ ഒരു വ്യക്തിയെ പറ്റിയിട്ടൊക്കെ പറയുന്ന സിനിമകളുണ്ട്. പലർക്കും പലതാണ്. പലപ്പോഴും ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്ന വേറെ ആൾക്കാരാണ്. നമ്മുടെ പേഴ്സണൽ ടോക്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അത് ഇവിടെ ചർച്ച ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. പലപ്പോഴും ഒരു നടൻ അല്ലെങ്കിൽ സിനിമാ രംഗത്ത് അഭിനയിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം ആ സിനിമ പോലെ തന്നെ രസകരമായിരിക്കും എന്നാണ് പലപ്പോഴും ഒരു പെർസ്പെക്റ്റീവ് ഉള്ളത്. അവനെന്താ കുറവ്, അവന് പൈസയില്ലേ, അവന് വണ്ടിയില്ലേ, അവൻ തകർത്ത് കിടക്കുകയാണ്, നാട്ടുകാരറിയില്ലേ, ഫെയിമല്ലേ. ഇതിൻ്റെ പിന്നിലൊരു ലൈഫുണ്ട്, യഥാർത്ഥ ജീവിതം. അത് അരുണിനെ എന്താണ് പഠിപ്പിച്ചിരിക്കുന്നത്? സിനിമ കൂടുതൽ ജനകീയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നടൻ എന്നുള്ള നിലയിൽ
ഇതൊരു ഈസി ഗെയിമല്ല അനീഷ്, ഒരിക്കലും ഒരു ഈസി ഗെയിമല്ല. ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ താരങ്ങൾ എന്നുള്ള പ്രയോഗമല്ലേ, അത് ഒരു കൊമേഴ്ഷ്യൽ പോയിന്റിൽ മാത്രമേ ഇപ്പോൾ നിലനിൽക്കുന്നുള്ളൂ. മുമ്പ് നമ്മൾ ചലച്ചിത്ര താരം എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. ഇപ്പോൾ താരമല്ല, ഇന്ന് നമ്മൾ വളരെ കോമണായി ഇടപെട്ട് തുടങ്ങി എന്നുള്ളതാണ് എല്ലാവരും, സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാ ആളുകളും. അപ്പോൾ അത് ആ വ്യത്യാസമുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ കോൺവെർസേഷൻ തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ ഈസി അല്ല സിനിമയുടെ ഒരു സഞ്ചാരം ഉണ്ടല്ലോ, അത് ഈസി അല്ല. അത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ വിചാരിക്കുന്ന, ഇപ്പോൾ ഒരു സംവിധായകനെ സംബന്ധിച്ച് അയാൾ വിചാരിക്കുന്ന വിഷയം അയാൾ വിചാരിക്കുന്നത് പോലെ ചെയ്യാൻ വളരെ കുറച്ച് പേർക്ക് പറ്റിയിട്ടുണ്ടാവുള്ളൂ. പറ്റിയിട്ട് തന്നെ ഉണ്ടാവില്ല പലർക്കും. അത് ചലച്ചിത്ര നടന്മാരിൽ ഉറപ്പായിട്ടുണ്ട്. കാരണം നമ്മളെ മറ്റുള്ളവർ ജോലി ചെയ്യാൻ വിളിക്കുമ്പോഴാണ് നമ്മൾ റിലവൻ്റ് ആവുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രഗിൾ എപ്പോഴും ഉണ്ടാവും. ഒരു വെയിറ്റിംഗ് ഉണ്ട് ഒരു എല്ലാ ആർട്ടിസ്റ്റുകളും. ഞാൻ സാങ്കേതിക പ്രവർത്തകരെയും കൂടിയാണ് പറഞ്ഞത്. മനസ്സിലായി. ഒരു വെയിറ്റിംഗ് ഉണ്ട്. അതൊരു അൺസർട്ടനിറ്റി ആണോ? അതൊരു അൺസർട്ടനിറ്റിയാണ്. ആ അൺസർട്ടനിറ്റി എൻജോയ് ചെയ്താൽ മാത്രമേ ഇവിടെ ഈസി ആയിട്ട്. എങ്ങനെ എൻജോയ് ചെയ്യും അൺസർട്ടനിറ്റി? അത് എൻജോയ് ചെയ്യണം. അൺസർട്ടനിറ്റി ലൈഫിനുണ്ട്. ലൈഫുമായിട്ട് അതിനെ റിലേറ്റ് ചെയ്യണം വേണ്ടത്. നാളെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. നമുക്ക് അറിഞ്ഞൂടാ. ആ അൺസർട്ടനിറ്റി ഉണ്ട്. ഇത് പറയുന്നത് സിമ്പിളാണെങ്കിലും നമുക്ക് ആ അൺസർട്ടനിറ്റി സമയം സർവൈവ് ചെയ്യണ്ടേ? അൺസർട്ടനിറ്റി സർവൈവ് ചെയ്യണം. അത് നമ്മൾ സർവൈവ് ചെയ്യണം. അതിന് തയ്യാറായിട്ടാണ് വരേണ്ടത്. അത് ഓരോ തൊഴിൽ മേഖലയിലും ഉണ്ട്. അത് ഇനി അങ്ങോട്ട് പോകുന്നതോറും ഇത് കൃത്യമായിട്ട് റിലവൻ്റ് ആവും. അത് മനസ്സിലാവേണ്ടതാണ്. ഇങ്ങനെ ഈ ഒരു ജോലി ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ ഈ അൺസർട്ടനിറ്റിയിലൂടെ, അനിശ്ചിതത്വത്തിലൂടെ കൃത്യമായിട്ട് നമ്മൾ കടന്നു പോകണം. അപ്പോൾ നമ്മളൊരിക്കലും അതിനെക്കുറിച്ച് പരാതിപ്പെടാനൊന്നും പോയിട്ട് കാര്യമില്ല. കാരണം ആരും നമ്മളെ നിർബന്ധിച്ചിട്ടില്ലല്ലോ. അതെ, ഇതിനകത്തോട്ട് വന്നത് നമ്മുടെ തീരുമാനമാണ്. അപ്പോൾ ആ തീരുമാനത്തിലൂടെ നമ്മൾ അങ്ങേറ്റം റെസ്പെക്റ്റ് കാണിക്കുക. പിന്നെ ഒരു സ്ഥലത്തിൻ്റെ ഫീച്ചേഴ്സ് മനസ്സിലാക്കിയിട്ട് വേണം അങ്ങോട്ട് വരാൻ. അവിടെ ചില അനിശ്ചിതത്വങ്ങളുണ്ടാവും. ഇത്രയും വർഷമായിട്ട് ഇത്രയും സിനിമകൾ ചെയ്തിട്ടും വേണ്ട ഇതൊരു PR അരുണിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? സ്വയം ഒന്ന് കാണിക്കാൻ. അത് നമ്മുടെ വെൽവിഷേഴ്സ് ആയിട്ടുള്ള ആളുകൾ അത് പറയുമ്പോഴും ചൂണ്ടിക്കാണിക്കുമ്പോഴുമാണ് അത് തോന്നിയിട്ടുള്ളത്. അത് സ്വയം തോന്നിയിരുന്നെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ചെയ്യുമായിരുന്നല്ലോ. അത് നമ്മളുടെ വിവരക്കുറവാകാം. കൃത്യമായ സമയത്ത് അത് തിരിച്ചറിയാതെ പോയത് ഒക്കെ ആവാം അതിൻ്റെ കാരണം. ഈ ഫോർ ദ പീപ്പിൾ അല്ലാതെ മനസ്സിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കഥാപാത്രം ഏതായിരുന്നു ഇതുവരെ അഭിനയിച്ചാൽ? നമ്മളത് അങ്ങനെ പറയാൻ പ്രയാസമാണ്. കാരണം എല്ലാ സിനിമയും ഇഷ്ടപ്പെട്ടാണ് ചെയ്തത്. അതൊരു ട്രിക്കി ഉത്തരമല്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ ഉണ്ടാവും ഒരു 4-5 സിനിമകളുണ്ടാവും. പക്ഷെ അത് അങ്ങനെ ഡിപ്ലോമാറ്റിക് അല്ല. എന്താ വെച്ചാൽ എനിക്കിതാണ് കൂടുതൽ ഇഷ്ടമെന്ന് ഞാൻ എന്താ പറയുക അനീഷ്, ഒരു സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ച ആളാണ്. അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ എല്ലാ നടന്മാരും പറയുന്ന ഡയലോഗല്ല, എൻ്റെ കാര്യത്തിലും സത്യമാണ്. അതുകൊണ്ടാണ് ഇതെന്ന് പറയുന്നത്. ഒരു സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചത്. അപ്പോൾ ഈ ഇത്രയും സിനിമകളിൽ അഭിനയിക്കാൻ പറ്റി. അപ്പോൾ ഇതിൽ ഇന്ന കാര്യങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ടത് എന്ന് പറയാനൊരു പ്രയാസമുണ്ട്. ചില സ്ഥലങ്ങളിൽ ചില മാസ്റ്റേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തത്, ചില കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട് ഉള്ളിൽ, കഥാപാത്രത്തിനപ്പുറം. പിന്നെ വലിയ കഥാപാത്രങ്ങളൊക്കെ സംഭവിക്കാനിരിക്കുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഫോർ ദ പീപ്പിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വന്ന സിനിമ ആയതുകൊണ്ടും അതൊരുപാട് വിജയം, വലിയൊരു ഹിറ്റിലേക്കൊക്കെ പോയതുകൊണ്ടും കുറേ കാലം ആഘോഷിക്കപ്പെട്ടൊരു സിനിമ ആയതുകൊണ്ട് ഇപ്പോഴും അതിൻ്റെ റീൽസും പല കാര്യങ്ങളും ഇപ്പോഴും പലരും മെസ്സേജ് അയക്കും. ഇപ്പോൾ അതിൻ്റെ റിലീസ് കാലഘട്ടമായതുകൊണ്ട് അത്തരം പേഴ്സണൽ മെസ്സേജസ് ധാരാളം അതിന് സാധ്യത. എനിക്കതിനെക്കുറിച്ച് കൃത്യമായി അറിയില്ല. അത് അവർ പറയേണ്ട സാബുചേട്ടനും എൻ്റെ നിർമ്മാതാവ് അവരുടെ ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ്. ശരിയാണ്. അരുൺ ഇപ്പോൾ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ പണ്ട് ശക്തമായി എതിർത്തിട്ടുണ്ടോ? ഭയങ്കര ചോദ്യമാണല്ലോ. പെട്ടെന്നൊന്നും ഓർമ്മയിൽ വരുന്നില്ല. ചിലപ്പോൾ ഒരു ഐഡിയോളജി ആയിരിക്കാം, ചിലപ്പോൾ ഒരു വിശ്വാസങ്ങളായിരിക്കാം. ചിലപ്പോൾ ഐഡിയോളജികളിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് ശരിയാണ്. അത് ചില കാര്യങ്ങൾ നമുക്ക് വൈകി മനസ്സിലാവുന്നു എന്ന് പറയുന്നില്ല. അപ്പോൾ ഇതിൽ ഈ PR-ൻ്റെ കാര്യം പറഞ്ഞത് ഒരു കാര്യമാണ്. അതൊരു ഐഡിയോളജി എന്നൊക്കെ അതിനെ വിളിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ അതൊരു ഒരു ഒരു ശക്തമായൊരു തോന്നലിനെ മാറി എന്നുള്ളത്. അത് മോശമായിരുന്നു എന്നുള്ള തോന്നൽ മാറി. ഇപ്പം ഇങ്ങനെ ഒരു പൊതുവായിട്ടൊരു സ്ഥലത്ത് ഒരു ക്യാമറയുടെ മുമ്പിൽ അത് പറയാൻ പറ്റുന്നതും ഒരു വളർച്ചയാണ് ഒരു മനുഷ്യൻ്റെ. അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഇത്തരം കാര്യങ്ങൾ പറ്റും എന്നൊക്കെ, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നതാണെന്നൊക്കെ തിരിച്ചറിയുകയും അത് പറ്റിപ്പോയി എന്ന് പറയാൻ പറ്റുന്നതും ഒരു വലിയ കാര്യം തന്നെയാണ്. ശരി. പിന്നെ ഒരുപാട് മാറ്റങ്ങൾ ഇൻഫർമേഷൻ്റെ കാര്യത്തിലൊക്കെ നമുക്കിപ്പോൾ വന്നല്ലോ. അപ്പോൾ അതിൻ്റെ വ്യത്യാസം സ്വാഭാവികമായിട്ടും പല കാര്യങ്ങളിലും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാറാൻ തയ്യാറായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് എപ്പോഴും വേണ്ടത്. മാറാൻ റെഡിയായിട്ട് നമ്മളിരിക്കുക. അത് എത്ര കാലം പറ്റും എന്നുള്ളതാണ്. ഈ പരാജയപ്പെടലും നിരസിക്കലൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ, എല്ലാവരുടെയും കരിയറിലുള്ളതാണ്. എങ്ങനെയായിരുന്നു ആ സമയത്ത് ഡീൽ ചെയ്തിരുന്നത്?
ആ സമയത്ത് നല്ല വിഷമം ഉണ്ടാവും, നല്ല വിഷമം ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ വിഷമം അല്ലെങ്കിൽ അതിൻ്റെ പ്രയാസം ഇതൊക്കെ താങ്ങാൻ പറ്റുന്ന ഒരു മെഷീൻ തന്നെയാണ്. നമ്മളെ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാവരെയും. അത് നമ്മൾ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ കുറച്ച് ഈസിയാണ്, അത് നമ്മളിലേക്ക് ഒതുങ്ങും എന്നുള്ളതാണ്. മറ്റത് കുറച്ചുകൂടെ പാടാണ്. ഈ ഒതുങ്ങൽ ഇഷ്ടപ്പെട്ടിരുന്നോ? ഒതുങ്ങൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഒരു പോയിന്റ് അത് ഇഷ്ടപ്പെടും. അതിലൂടെ കടന്നു പോകുമല്ലോ എല്ലാ ആർട്ടിസ്റ്റുകളും. പക്ഷേ അത് പിന്നീട് അവരെ നവീകരിക്കുകയാണ് ചെയ്യുക കൂടുതൽ. ആ പെയിൻ ഉണ്ടല്ലോ അത് പിന്നീട് വരും. നമ്മൾ അത് ക്യാമറമാൻ അറിയാൻ പറ്റുമോ, അവർക്ക് ഡെലിവറി ചെയ്യുമ്പോൾ മനസ്സിലാവും അല്ലേ, ഇതിൻ്റെ ഉള്ളിൽ ഈ സാധനം കിടപ്പുണ്ട്. അത് ലെൻസിലൂടെ നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും, അന്ന് ഞാൻ കണ്ടതല്ലല്ലോ ഇത് എന്ന് അവർക്ക് തോന്നും. അത് ഡെപ്ത് വരും നമ്മളുടെ. അത് നമുക്ക് മൂർച്ച കൂടുന്നതാണ് ഒരു വ്യക്തിക്ക്, അയാളുടെ ഉള്ളിലുള്ള ഫയറിന് മൂർച്ച കൂടുന്നതാണ്. അത് വേണം, അതാണ് നമ്മളെ റിഫൈൻ ചെയ്യുന്നത്. പക്ഷെ ഒറ്റപ്പെടരുത് എന്നാണല്ലോ പലപ്പോഴും പറയുന്നത്. അതൊക്കെ അങ്ങനെയാണ് പറയുക, പക്ഷേ അങ്ങനെയല്ലല്ലോ. അതൊക്കെ ഉണ്ടാവും. പിന്നെ സക്സസ്സിലാണ് ചിലപ്പോൾ മനുഷ്യർ ഏറ്റവും ഒറ്റപ്പെടുക. ശരിയാണ്. ഇനി എന്ത് ചെയ്യും? കാര്യം അത് മാത്രമല്ല, ആ ഉള്ളത് ഒക്കെ ഭയങ്കര അൺറിയലും ആവാം, മനസ്സിലായില്ലേ? ഇപ്പോൾ സക്സസ്ഫുൾ ആവുന്നത് കുറച്ചും കൂടെ പ്രയാസമാണ് ഡീൽ ചെയ്യാൻ. അതിന് കുറച്ചും കൂടെ നമ്മൾ ഓക്യുപ്പൈഡ് ആയിരിക്കണം, കുറച്ചും കൂടെ അലേർട്ടായിരിക്കണം. മറ്റത് ഈസിയല്ലേ? ഫെയിലിയർ ഫേസ് ചെയ്യാനാണ് എളുപ്പം. അതല്ല, എനിക്ക് തോന്നുന്നത് പലരും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ പുതിയ കാര്യമൊന്നുമില്ല. അതെ. നമ്മൾ കുറച്ച് ഫിലോസഫിക്കലായിട്ട് ഇങ്ങനെ പോകുന്നത്. എങ്ങനെ ഒരു വ്യക്തികളോടാണ് ആരുടെ സ്വാഭാവികമായിട്ടൊരു അടുപ്പം തോന്നാറില്ല? നമ്മളെ ഇൻട്രസ്റ്റ് ചെയ്യിപ്പിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അത് ചിലപ്പോൾ അവർ പറയുന്ന തമാശയാവാം, ചിലപ്പോൾ അവരുടെ സൈലൻസ് ആവാം. ഇത് രണ്ട് കാര്യങ്ങളാണ്. പക്ഷേ അവരോട് ഇൻട്രസ്റ്റ് തോന്നും. ചില കാര്യങ്ങൾ ചില സമയത്ത് പറയാതിരിക്കുന്ന സൈലൻസ് എടുക്കുന്നവരോട് പോലും നമുക്ക് ഇൻട്രസ്റ്റ് തോന്നും. ഇയാൾ ഭയങ്കര, അല്ലെങ്കിൽ കൊള്ളാം. കൊള്ളാം. അതാണ്. ചില മനുഷ്യന്മാരെ ചിലപ്പോൾ കാണുമ്പോൾ തന്നെ ക്ലിക്ക് അടിക്കില്ല. ഒരു കാര്യം ഉണ്ടാവില്ല. അതെ, യുവർ വൈബ് അട്രാക്ട്സ് യുവർ ട്രൈബ് എന്നാണ്. അതെ. അത് ഉള്ളതാണ്, സത്യമാണ്. നമുക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്നൊരു സാധനം ആണ് വൈബ് അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത്. നമുക്ക് കൃത്യമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കൃത്യമായിട്ട് നമ്മുടെ ആൻറ്റിനകൾ തുറന്നു വെച്ചാൽ മാത്രം മതി. അതെ. ഒരുപക്ഷെ റോന്തിന് ശേഷം ഇനി വരുന്ന കഥാപാത്രങ്ങളെല്ലാം ഒരുപക്ഷെ അരുണ്ട ആ ഷെയ്ഡിനെ എക്സ്പ്ലോർ ചെയ്യാനും അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും, എനിക്കറിയില്ല, ആയിരിക്കാൻ വരുന്നത്. അല്ലെങ്കിൽ റൈറ്റേഴ്സും ഡയറക്ടേഴ്സും അങ്ങനെ ഒരു കോളിന് വേണ്ടി അരുണിനെ വിളിക്കുന്നുണ്ടാവും. അരുൺ ഇപ്പോൾ എടുക്കുന്ന തീരുമാനം എന്തായിരിക്കും? കൂടുതൽ സിനിമ ചെയ്യുക എന്നുള്ളതാണ്. എന്നോടൊരു ഡയറക്ടർ പറഞ്ഞത്, ഒരുപാട് പോലീസ് വേഷങ്ങൾ ഇനി ചെയ്യരുത്, ഉണ്ടാവാം എന്ന് കരുതി ചെയ്യാതിരിക്കരുത്. ഓ ശരി. നീ ഇപ്പോൾ ചെയ്ത ഈ ക്യാരക്ടർ പോലെ ആവരുത് എന്ന് മാത്രം. അത് മറ്റൊരു തരത്തിൽ ചെയ്യുന്നിടത്താണ് നീ നല്ല നടനാവുന്നത്. പക്ഷെ അതൊരു വളരെ ഈസിയല്ലേ? വളരെ ഈസിയല്ലേ? നമ്മളൊരു വേഷം ചെയ്തിട്ട് മറ്റൊരു വേഷം ചെയ്യാതിരുന്നാൽ വളരെ ഈസിയല്ലേ? അത് പെക്യുലർ ആവുമല്ലോ. ഇന്നിപ്പോൾ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. നമുക്കൊരു ചെറിയൊരു അത്യാഗ്രഹം ഒക്കെ ആ കാര്യത്തിൽ വേണ്ടതാണ്. അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യുമെന്നും അതിന് വലിയ റിസൾട്ടുകളൊക്കെ വരുന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് വിഷമമാവാനൊക്കെ സാധ്യതയുണ്ട് എന്നും നേരത്തെ തിരിച്ചറിയുക. അയ്യോ, ആ ക്യാരക്ടർ ചെയ്യേണ്ടതായിരുന്നു എന്ന് പിന്നീട് തോന്നരുത്. അപ്പോൾ അതിനുള്ള ഒരു മാർഗം ഇങ്ങനെയാണ്. ടൈപ്പ് കാസ്റ്റ് എത്രത്തോളം ചെയ്യപ്പെടാതിരിക്കുന്നു എന്നുള്ളിടത്താണ്. നമ്മുടെ പഴയ നടന്മാരെയൊക്കെ ആലോചിച്ച് നോക്കൂ. ഒരു കഥാപാത്രം, ഒരു ഷെയ്ഡിലുള്ള കഥാപാത്രം എത്ര പ്രാവശ്യം അവർ ചെയ്തിരിക്കുന്നു, പല രീതിയിൽ. നമ്മൾ ചേട്ടനൊക്കെ ആലോചിച്ചു. അതെ, ശരിയാ. ഞാൻ അവരുമായിട്ട് കമ്പയർ ചെയ്യല്ല, മനസ്സിലായി. എന്തെങ്കിലും നമ്മൾ ഇന്ന് എറിഞ്ഞു നോക്കണ്ടേ? ശരിയാണ്. അപ്പോൾ നമ്മളങ്ങനെ വിചാരിക്കുമെങ്കിലും ചെയ്യണ്ടേ? അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നോക്കുക എന്നുള്ള ട്രൈ നോക്കാം. അങ്ങനെ പിന്നെ അങ്ങനെ ചൂസ് ചെയ്യാനുള്ള ധാരാളിത്തമുള്ള ആക്ടേഴ്സൊക്കെ വളരെ കുറവാണ് ഇവിടെ. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞൊരു വെയിറ്റിങ്ങിലാണ്. നല്ലൊരു ആളുടെ കൂടെ, നല്ലൊരു വിഷൻ ഉള്ള ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയൊക്കെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ള വെയിറ്റിങ്ങിലാണ് നമ്മളിരിക്കുന്നത്. അത് എപ്പോഴാണ് അങ്ങനെ ഒരു സിനിമ ഉണ്ടാകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പുറത്ത് ജഡ്ജ് ചെയ്യാൻ പലപ്പോഴും പറ്റില്ല. ശരിയാണ്. ഏതാണ് ക്ലിക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതൊരു ബ്യൂട്ടിഫുൾ സിനിമയായിട്ട് മാറാം, നമ്മൾ ചെയ്യാതെ പോയിട്ടുള്ള സിനിമകൾ. അത്തരം എക്സ്പീരിയൻസുകളും നമുക്കുണ്ട് ധാരാളം. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, ചെയ്യാൻ കുറച്ച് കാലമല്ലേ ഉള്ളൂ നമുക്ക്. അപ്പോൾ അതിൽ ചെയ്യുക. വലിയ ഓപ്പർച്യൂണിറ്റീസാണ് വരുന്ന. ഓരോ ഓപ്പർച്യൂണിറ്റിയും വലുതാണ് വിചാരിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ കൂടുതൽ ഗംഭീര സിനിമകൾ ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.